ഹലോ. അപ്പോൾ ഇന്നലെ വെറുതെ വല്യമ്മയുടെ കബോർഡ് തപ്പിയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു പുതിയൊരു ഡ്രസ്സാണ് തോന്നുന്നു അത് കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഗ്രീൻ കളർ ഒരു സ്കേർട്ടും പിന്നെ ഒരു കുർത്ത ടോപ്പാണ് കേട്ടോ. നല്ല കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി അതിൻ്റെ വർക്കും അതൊക്കെ. അപ്പം ഞാനൊന്ന് വെറുതെ ഇട്ട് നോക്കാൻ വിചാരിച്ചു. പാകാവോന്നൊന്നും അറിയില്ല. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ പാകമായി കേട്ടോ. അതിൻ്റെ അർത്ഥം ഞാൻ അത്രയ്ക്ക് തടിച്ചു എന്നാണ്. കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും കുറച്ച് സ്ലീവ്ലെസ് ആണല്ലോ, അപ്പോൾ ഈ ഷാൾ വെച്ചിട്ട് കുറച്ച് ഹാക്ക് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു നെറ്റിൻ്റെ നല്ലൊരു ഷാള് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അതിന് ശേഷം അതിൻ്റെ ഞാൻ ഇപ്പോൾ ചെയ്യണ പോലെ ഈ കൈയിൻ്റെ അത് കൂടെ ഇങ്ങനെ ഉള്ളിക്ക് ഇടുക കേട്ടോ. ആദ്യം കഴുത്ത് കൂടെ ഷാൾ ഇട്ടതിന് ശേഷം കൈയിൻ്റെ ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഷാൾ ഇടുക. അപ്പോൾ ഇത് കുറച്ച് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സിന് ചെയ്യാൻ പറ്റുന്ന ഹാക്കാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഡ്രസ്സ് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നെറ്റിൻ്റെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷാളൊക്കെ ആണെച്ചാൽ ഒന്നും കൂടി രസം ഉണ്ടാവും കേട്ടോ. അതിന് ശേഷം അതിൻ്റെ തറ്റത്ത് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് റൗണ്ടാക്കിയതിന് ശേഷം നമ്മളെ കൈ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒന്നും കൂടി കൈ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനെ നെറ്റിൻ്റെ ആയതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ കൈയും കൂടി ഒന്ന് ചെയ്യുക. മറ്റേത് ചെയ്ത പോലെ തന്നെ ഈ തറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം കൈ കൂടെ ഇട്ടിട്ട് നമ്മളുടെ കൈ എന്തായാലും ലൂസ് ആവുമല്ലോ, അപ്പോൾ അത് ഒന്നും കൂടി മടക്കിയിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതാണ്. അപ്പോൾ കണ്ടില്ലേ, സൂപ്പറായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ബാക്കിൽ കഴുത്തിൻ്റെ അവിടെയുള്ള ഷാൾ ഒന്നും കൂടി അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഷാൾ ഇട്ടിക്കുകയാണെന്ന് മനസ്സിലാവുകയേ ഇല്ല. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ചും കൂടി അത് ഇങ്ങനെ ബാക്കിലേക്ക് ആക്കണമായിരുന്നു കേട്ടോ. ഷാൾ ബാക്കിൽ ഇത്തിരി കാണുന്നുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ സംഭവം സൂപ്പറായിട്ടോ. എല്ലാവർക്കും സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമാവും, പക്ഷെ ചില സ്ഥലത്തേക്കൊന്നും പോകുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ വെച്ചിക്കാവും അങ്ങനത്തെ ഡ്രസ്സൊക്കെ, സ്ലീവ്ലെസ് ഉള്ള ഡ്രസ്സൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് ബാക്കൊക്കെ കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ. ഇനി അടുത്ത ഹാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഷാൾ ഇങ്ങനെ വൺ സൈഡ് അല്ല ഇടാറ്. ഇനി അങ്ങനെ ഇടണ്ട കേട്ടോ. ഇനി ഒരു തറ്റത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ്സ് ഇടുന്ന പോലെ ഇങ്ങനെ ഒന്ന് പ്ലീറ്റ്സ് ഇടുക കേട്ടോ. അതിനുശേഷം കുറച്ചൊന്ന് വിട്ടിട്ട് ഒരു പിന്ന് വെച്ച് കൊടുക്കുക, പ്ലീറ്റ്സ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ നല്ല ഷാള് ഇങ്ങനെ നെറ്റൊക്കെ ഉള്ള ടൈപ്പാണെന്ന് വെച്ചാൽ കുറച്ച് സ്വീക്വൻസ് വർക്കൊക്കെ ഉള്ള ഷാളാണെന്ന് വെച്ചാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പിന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു ചെറിയൊരു ബണ്ണ് എടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് ബണ്ണാണ് കിട്ടിയുള്ളൂ. ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ, ബണ്ണ് കാണുമൊന്നുമില്ല. അത് ഒന്നും കൂടി ഇട്ടിട്ട് ഈ പ്ലീറ്റ്സ് ഇട്ടതിൻ്റെ അവിടെ ഒന്നും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ മറ്റേ തലപ്പും കൂടി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇനി ഈ തലപ്പം കൂടി പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പൂ പോലെ ഒരു ഷേപ്പായിട്ട് വന്നു കേട്ടോ. നമ്മളിങ്ങനെ സാരിയിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇടുമ്പോൾ കണ്ടോ, ഒരു നല്ല വെറൈറ്റി ആയിട്ടില്ലേ. അപ്പോൾ അത് വേറൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ചെയ്തതിനെക്കാട്ടും എല്ലാവർക്കും ഇഷ്ടമായത് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ രണ്ടെണ്ണം ചെയ്തതിൽ ഈ ഹാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതാണെന്നൊന്നും കൂടി പറയണം കേട്ടോ. അപ്പോൾ ആ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. എനിക്ക് തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഈ സ്വീക്വൻസ് ഒക്കെ വെച്ചത് കൊണ്ട് ഒന്നും കൂടി ഒരു ഭംഗിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷാൾ ഇങ്ങനെ സാധാരണ ഇടുന്നതിനെക്കാട്ടും രസം ഇതായിരിക്കും. ഇനി ലാസ്റ്റത്തെ ഒരു ഹാക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്യണ പോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിക്കാണ് കേട്ടോ. ഫ്രണ്ടിക്ക് ഒന്നിങ്ങനെ വെച്ചിട്ട് ഈ തറ്റത്തെ ഭാഗം വെച്ചിട്ട് ഒന്ന് കഴുത്തിൻ്റെ അത് കൂടെ ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. കഴുത്തിൻ്റെ ഭാഗത്തൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് വരും കേട്ടോ. ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള ടോപ്പിൻ്റെ കൂടെ ഒക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നും. അപ്പോൾ ഈ 3 ചെയ്തതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയാണ് ലാസ്റ്റത്തെ ഡിസൈന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.